പല വർഷങ്ങളായി ഫിലിസ്ത്യർ ഇസ്രായേൽ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ആ കാലത്ത് സോറ എന്ന ഗ്രാമത്തിൽ മനോഹ എന്ന മനുഷ്യനും ഭാര്യയും സന്താനമില്ലാതെ ദുഃഖത്തോടെ ജീവിച്ചിരുന്നു. ഒരു ദിവസം ദൈവത്തിന്റെ ദൂതൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നിനക്കൊരു മകൻ ജനിക്കും, അവൻ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനായിരിക്കും, അവൻ ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഈ വാർത്ത അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞു ജനിച്ചു. അവന് അവർ സാംസൺ എന്ന് പേര് നൽകി. കുട്ടി വളരുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവന് അസാധാരണ ശക്തി നൽകി. യുവാവായ സാംസൺ തന്റെ ശക്തിയാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഒരു ദിവസം അവൻ തിമ്ന എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു ക്രൂര സിംഹം അവന്റെ മേൽ ചാടി വീണു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. സാംസൺ തന്റെ കൈകളാൽ തന്നെ ആ സിംഹത്തെ കീറിമുറിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും ആ വഴിയിലൂടെ പോയപ്പോൾ സിംഹത്തിന്റെ ശരീരത്തിനുള്ളിൽ തേനീച്ചകൾ കൂടുണ്ടാക്കിയിരിക്കുന്നത് കണ്ടു. അവൻ അവിടെ നിന്ന് തേനെടുത്ത് കഴിച്ചു. പിന്നീടൊരു വിരുന്നിൽ സാംസൺ ഫിലിസ്ത്യരോട് ഒരു കടങ്കഥ ചോദിച്ചു. എന്നാൽ അവർക്ക് അതിന്റെ ഉത്തരമറിയില്ലായിരുന്നു. അവസാനം അവർ വഞ്ചനയിലൂടെ അതിന്റെ രഹസ്യം കണ്ടെത്തി. ഇതു മനസ്സിലാക്കിയപ്പോൾ സാംസണിന്റെ ഹൃദയം ക്രോധത്താൽ നിറഞ്ഞു. അവൻ നരികളെ പിടിച്ച് അവരുടെ വാലിൽ തീ കൊളുത്തി വയലുകളിലേക്ക് വിട്ടു. ഗോതമ്പ് വയലുകൾ തീയിൽ കത്തിപ്പോയി. ഇതു കണ്ട ഫിലിസ്ത്യർ സാംസനെ പിടിക്കാൻ ശ്രമിച്ചു. അവർ അവനെ കയറുകൾ കൊണ്ട് ബന്ധിച്ചു. എന്നാൽ സാംസൺ ആ കയറുകൾ എളുപ്പത്തിൽ പൊട്ടിച്ചു. ഭൂമിയിൽ കിടന്ന ഒരു കഴുതയുടെ താടിയെല്ലെടുത്ത് അവൻ 1000 ഫിലിസ്ത്യരെ തോൽപ്പിച്ചു. യുദ്ധഭൂമിയിൽ സാംസൺ വിജയത്തോടെ നിലകൊണ്ടു. ഒരു രാത്രി അവൻ ഗാസ നഗരത്തിലുണ്ടായിരുന്നു. പക്ഷേ അർദ്ധരാത്രിയിൽ സാംസൺ എഴുന്നേറ്റു. വലിയ നഗരവാതിലുകൾ അവൻ തോളിലേറ്റിയെടുത്ത് മലമുകളിലേക്ക് കൊണ്ടുപോയി. ശേഷം സാംസൺ സൊരേക്ക് താഴ്വരയിൽ താമസിച്ചിരുന്ന ദലീല എന്ന സ്ത്രീയെ കണ്ടു. ഫിലിസ്ത്യരുടെ നേതാക്കൾ അവളുടെ അടുക്കലെത്തി. സാംസണിന്റെ ശക്തിയുടെ രഹസ്യം കണ്ടെത്താൻ അവർ അവളെ പ്രലോഭിപ്പിച്ചു. ദലീല സാംസണോട് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചോദിച്ചു. ആദ്യം സാംസൺ തെറ്റായ ഉത്തരങ്ങൾ പറഞ്ഞു. എന്നാൽ അവർ ഓരോ തവണയും അവനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ രക്ഷപ്പെട്ടു. അവസാനം ദലീലയുടെ ആവർത്തിച്ച ചോദ്യം സാംസണെ ക്ഷീണിപ്പിച്ചു. അവൻ തന്റെ ശക്തിയുടെ യഥാർത്ഥ രഹസ്യം പറഞ്ഞു. എന്റെ മുടി ഒരിക്കലും മുറിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ജനിച്ച ദിവസം മുതൽ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനാണ്. ഒരു രാത്രി സാംസൺ ദലീലയുടെ മടിയിൽ ഉറങ്ങുകയായിരുന്നു. അവൾ ഒരു മനുഷ്യനെ വിളിച്ച് അവന്റെ മുടി മുറിപ്പിച്ചു. ആ നിമിഷം അവന്റെ ശക്തി അവനെ വിട്ടുപോയി. ഫിലിസ്ത്യർ അവനെ പിടിച്ചു. അവർ അവന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. അവനെ ഗാസയിലെ തടവറയിൽ അടച്ചു. അവിടെ അവൻ അടിമയെപ്പോലെ അരക്കല്ല് തിരിച്ച് ജോലി ചെയ്തു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ മുടി വീണ്ടും വളരാൻ തുടങ്ങി. ഒരു ദിവസം ഫിലിസ്ത്യർ അവരുടെ ദേവനായ ദാഗന്റെ വലിയ ഉത്സവം നടത്തി. അവർ സാംസണെ പരിഹസിക്കാൻ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു. സാംസൺ ക്ഷേത്രത്തിലെ വലിയ 2 തൂണുകളെ സ്പർശിച്ചു. അവൻ ദൈവത്തോട് മൗനമായി പ്രാർത്ഥിച്ചു. ദൈവമേ, ഒരിക്കൽ കൂടി എനിക്ക് ശക്തി തരണമേ. ശേഷം തന്റെ മുഴുവൻ ശക്തിയോടെ അവൻ തൂണിൽ ആഞ്ഞുതള്ളി. വലിയ ക്ഷേത്രം മുഴുവൻ ഇടിഞ്ഞു വീണു. അങ്ങനെ തന്റെ അവസാന നിമിഷത്തിൽ പോലും സാംസൺ അനേകം ശത്രുക്കളെ തോൽപ്പിച്ചു. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ അധികമായിരുന്നു. ഇതാണ് ഇസ്രായേലിൽ ന്യായാധിപനായിരുന്ന സാംസണിന്റെ കഥ.